Good morning. Today is the first weekend of 2026 and there is nothing much I'm gonna do today. It's a very slow weekend. I'm gonna take rest and take my own time to just be alone and do something that I really like. And also it's very cold here, so it's like very difficult to go outside. So we decided to stay home this weekend. And I just woke up and just made a strong coffee. So now I'm drinking coffee and it's almost 12. I have already cooked today's food yesterday night. So I have cooked rice and crab dry curry. Crab dry. Okay. Then that is my food today. Then I'm planning to cook something special, like some vegetables today, because I never eat so much vegetables. My mom always complain about it. So this time I have bought broccoli and I have lady's fingers. So I'm gonna make separate 2 vegetable something. I don't know what I'm gonna make. I have to see YouTube for that. Then that would be my food for maybe next 2 days. So yeah, today is the weekend and I'm gonna cook something extra and keep it so that I can use it in the weekdays. So let's see what I'm gonna cook. സോ വലിയ കാര്യത്തിൽ ഞാൻ രാവിലെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. പക്ഷേ ഇപ്പം സമയം നല്ലോണം വൈകി. ഇവിടെ വൈകുന്നേരമായി. ഇതുവരെ ഞാൻ ആകെ ചെയ്തത് ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം കിടന്ന് ഫോണിൽ നോക്കി. ആൻഡ് ഐ ആം സോ സാഡ് ദാറ്റ് ഇന്ന് പ്രൊഡക്റ്റീവ് ആക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്ന്. സോ ഞാനിപ്പം വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കി കുക്കിംഗ് പരിപാടികൾക്കൊക്കെ പോകാൻ പോവാണ്. സോ ലെറ്റ് മീ ടേക്ക് യു അലോങ് വിത്ത് മീ. ആൻഡ് ദിസ് ഈസ് എ വെരി റാൻഡം vlog of my lazy weekend, but I know like many people have asked me for a day in my life, and this is how a day in my life goes during a weekend. So let's see that, right? So ഞാൻ ഫസ്റ്റ് വീട് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് എൻ്റെ വീട് വലിയ മോശത്തിലല്ല, ബട്ട് സ്റ്റിൽ അതെനിക്ക് ലൈക്ക് ഭയങ്കര നീറ്റാക്കി കാണുമ്പോൾ ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ വീട് ക്ലീനിങ് ഭയങ്കര ഒരു പാഷനായി മാറിയിരിക്കുകയാണ് എനിക്ക്. ആൻഡ് ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ അവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. മേ ബി അത് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തള്ളവൈപ്പ് കയറി വരുന്നതായിരിക്കാം, പ്രായം കൂടി വരികയാണെന്നാണല്ലോ. സോ നമുക്കിതൊന്ന് കണ്ടാലോ. So without any filter, let's see how my room looks right now. So this is how my room is looking right now. ഞാൻ പറഞ്ഞ പോലെ വലിയ വൃത്തികേടൊന്നും ഇല്ല. Let's make it like so beautiful, so clean, so perfect. എങ്ങനെയുണ്ട്? എന്നാ തുടങ്ങല്ലേ. അപ്പം നമുക്ക് നിങ്ങളെ ഞാൻ വല്ല സ്റ്റാൻഡിലാക്കി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. ആൻഡ് നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പണിയും നടക്കും, നിങ്ങളോടുള്ള വർത്താനം പറച്ചിലും നടക്കും, എൻ്റെ വീഡിയോയും കഴിയും. സോ എല്ലാം കൂടി ഒറ്റ ഇതിൽ നടത്തണം. എനിക്ക് സംസാരിക്കൊന്നും ആരുമില്ല ഗൈസ്, ബോറടിക്കുന്നു. സോ നിങ്ങൾ ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് റൂം വൃത്തിയാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ, സോ ഈ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ദൂരെ പോയാലും വൃത്തിക്ക് കേൾക്കാലോ. സോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മൈക്ക് കണക്ട് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ബെഡ് മേക്ക് ചെയ്യാനായിട്ട് പോവാണ്. സോ നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. 26,000 won ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1,600 അടുത്ത്. ഓക്കെ, അത്രയും വരും. ഒരു ചെറിയൊരു ബ്ലാങ്കറ്റ് കൂടെ ഉണ്ട്, അതും ഇവിടുന്ന് വാങ്ങിയതാണ് വന്ന ടൈമിൽ. അപ്പം അത്ര ചൂടൊന്നും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ടൈമിൽ വാങ്ങിയതാണ് ഇത്. ഇതിന് ഓൾമോസ്റ്റ് 17,000 won ആണ് ഇതിന് വന്നത്. 17,000 won എന്ന് പറയുമ്പോൾ ഒരു 1,000 രൂപയുടെ അടുത്ത്. ഓക്കെ, ഞാൻ കറക്റ്റ് കൺവേർട്ട് ചെയ്തിട്ടൊന്നല്ല കേട്ടോ പറയണേ, ഞാൻ എനിക്ക് അറിയണ പോലെ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടാണ് പറയണേ. ആൻഡ് സോ നമ്മുടെ ബെഡിലെ ബെഡ്ഷീറ്റ് ഒക്കെ ആദ്യം ഒന്ന് മടക്കിയിട്ടു. ഇവിടുത്തെ തിങ്സ് നടിച്ചു വാരണം, തുടയ്ക്കണം, കുറച്ചധികം പണിയുണ്ട്. രാവിലെ കോഫി കുടിച്ച കപ്പ് പോലും കൊണ്ടുവച്ചിട്ടില്ല. ഓ മൈ ഗോഡ്, എല്ലാ അമ്മമാരോടും ഞാൻ ഇത് കൊണ്ടുപോയി കഴുകാൻ പോവാ. ആൻഡ് തുണിയൊക്കെ ഞാൻ രാവിലെ കുറച്ച് ടൈം എടുത്ത് മടക്കി വെച്ചായിരുന്നു. ആൻഡ് നൗ എൻ്റെ ഷെൽഫ് നിങ്ങൾ കണ്ടായിരുന്നില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ലൈക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം അല്ലേ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ആൻഡ് ഈ ഒരു ഫോൺ കവർ ഉണ്ടോ നിങ്ങൾ, ഇത് ഞാൻ വാങ്ങിയതാണ്, 2 ദിവസമായിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു.
ഇങ്ങനെ ഒരു ക്യൂട്ട് കവർ ഇട്ടിട്ട്, കൊറിയയിലാണല്ലോ, സോ ക്യൂട്ട് തിങ്സ് ഒബ്വിയസ്ലി യെസ്. ആൻഡ് ഇത് കണ്ടോ നിങ്ങൾ, ഇതെന്താണെന്നറിയോ? ഇതെനിക്ക് സൊനാലി ക്രിസ്മസിന് 12 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. ക്യൂട്ടായിട്ടില്ലേ? കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ പുറത്ത് വെച്ചിട്ട് അവള് പോയി. എൻ്റെ റൂമിന് പുറത്ത് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് എടുത്തു വെച്ചിട്ട് അവള് പോയി. സോ ഐ ഫെൽ സോ ഹാപ്പി. ആൻഡ് അത് അവൾ അങ്ങനെ തന്നതാണ്. പിന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ ക്രിസ്മസ് ഇവന്റിന് പോയിട്ട് പെയിന്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷെ ഒറ്റ കൈ കൊണ്ട് പറ്റില്ല ഗൈസ്. സോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് എ ക്യാൻഡിൽ, സെന്റഡ് ക്യാൻഡിൽ ഉണ്ടാവില്ലേ, അതാണിത്. ദീസ് ആർ ദി ഫോട്ടോസ്. ഞങ്ങളിവിടെ കൊറിയയിൽ ഭയങ്കര ഫേമസ് ആയി ഫോട്ടോ ബൂത്ത്സ്. അപ്പൊ അങ്ങനെ എടുത്ത ഫോട്ടോസ് ആണിത്, കണ്ടില്ലേ? ആൻഡ് ദെയർ ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ്. അത് റീസെന്റ് ആയിട്ട് ഈ ക്രിസ്മസിന് എടുത്തതാണ്. ഇങ്ങനെയുണ്ട് ഗൈസ്. സോ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ നമ്മളെ ഗീവ് അവേന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഫസ്റ്റ് താഴത്ത് ഞാനൊരു ഇയർ പോച്ച് ആണ് വാങ്ങിയത്. ആൻഡ് ഞാൻ അവർക്ക് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ട് അവരതിൽ നിന്ന് ചൂസ് ചെയ്തതാണ്. ആൻഡ് അത് ഞാൻ ഓർഡർ ആക്കിയിട്ട് എത്തിയിട്ടില്ല. ആൻഡ് സെക്കൻഡ് പേഴ്സണ് നമ്മളൊരു ഡ്രസ്സാണ്, ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു കൊറിയൻ സ്റ്റൈലിന്റെ ഡ്രസ്സാണ് കൊടുക്കുന്നത്. ആൻഡ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സോ അത് നമുക്കിതാ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഐറ്റം. സോ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത 2 ഗിഫ്റ്റ് ഈ തവണ. ആൻഡ് നെക്സ്റ്റ് ടൈമിലേക്കും വെക്കുന്നുണ്ട് ഞാനൊരു ഗിവ് അവേ, മീൻസ് നെക്സ്റ്റ് മന്ത് വരെ. ഇപ്പോ ഇത് 31st ചെയ്തത്, ഡിസംബർ 31. നെക്സ്റ്റ് സെലക്ഷൻ ജാനുവരി 31 അന്ന് തൊട്ട് ജാനുവരി 31 വരെ ഇടുന്ന വീഡിയോസിൽ നിന്ന്, കമന്റ്സിൽ നിന്നായിരിക്കും സെലക്ഷൻ. അതിന്റെ ഫർദർ മോർ റൂൾസ് അറിയണമെങ്കിൽ എന്റെ ഷോർട്സിൽ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. സോ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ പെട്ടിയുടെ അകത്താക്കാണ്. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. സോ അതാണ് ഈ പെട്ടി. ആൻഡ് എന്താ ഞാൻ പറയാൻ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ എക്സ്പെൻസ്. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജീവിക്കാൻ എന്താണ് എക്സ്പെൻസ് ആവുക എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ഞാൻ അത്യാവശ്യം നല്ലോണം പിശുക്കി അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പൈസ കുറച്ച് കെയർ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു 50,000 55,000 ചെലവ് എനിക്ക് വരുന്നുണ്ട് മന്ത്ലി. ഞാനത് കാൽക്കുലേറ്റും കൂടെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്ത് ചെലവാക്കിയാലും അത് എഴുതി വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 50,000-55,000 റുപ്പീസ് ആണ് ചെലവ്. സോ അത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? സോ അതാണ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ ചീപ്പ് അല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചൈനയിലുണ്ട്. അപ്പൊ അവനിടുന്ന റീൽസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് ചൈന ഇസ് മോർ ചീപ്പർ ദാൻ സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ ഒരിക്കലും ചീപ്പ് അല്ല ജീവിക്കാനായിട്ട്. ലിവിങ് എക്സ്പെൻസ് നല്ല കൂടുതലാണ്. മേ ബി ഐ മീൻ സോൾ. സോ അതൊരു റീസൺ ആയിരിക്കാം. കാരണം ഇവിടെ റെന്റും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എക്സ്പെൻസ് പറഞ്ഞത്. സോ ഇവിടെ റെന്റ് ഇച്ചിരി കൂടുതലാണ്. സോ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും. സൗത്ത് കൊറിയയിലെ വേറെ സ്ഥലങ്ങളിലൊക്കെ റെന്റ് ഇത്രയും ഇല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെലവ് കുറയും. ഓക്കെ. ആൻഡ് ഓൾസോ ഡോർമെട്രിയിൽ ജീവിക്കുമ്പോൾ ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റും. ബട്ട് ഡോർമെട്രിയിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫുഡാണ് പ്രശ്നം. അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ അവിടെ കുക്ക് ചെയ്യാനും നമ്മൾ ഇന്ത്യൻസ് നമ്മളെ മസാലയൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അവർ പറയുമൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കണമല്ലോ. സോ അതാണ് കാര്യം, ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിന്റെ ഒരു കാര്യം. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈവൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒന്നും ചീപ്പല്ല. സോ വരാൻ പ്ലാൻ ചെയ്യുന്നവർ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഈ കൊറിയയിലേക്ക് സാധനങ്ങൾ അയക്കുക എന്നുള്ളത്, കൊറിയയ്ക്ക് നിന്നല്ല വേറെ ഏത് കൺട്രിയിലേക്കും എങ്ങനെ സാധനങ്ങൾ അയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ പൈസ കുറവാണ് ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസ ഭയങ്കര കൂടുതലാണ്. ഞാനും ഒരിക്കൽ വന്ന ടൈമിൽ കൊറിയയിലേക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി കൊറിയർ അയച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കൊരു 7 ദിവസം കൊണ്ട് എൻ്റെ കൊറിയർ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ മോശം കണ്ടീഷനിലൊന്നല്ല, നല്ല കണ്ടീഷനിൽ തന്നെയാണ് സാധനങ്ങൾ കിട്ടിയത്. സോ നമ്മൾ ഷെൽഫ് ക്ലീൻ ചെയ്തു. ഞാൻ ഇന്നിങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നേ. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, എന്ത് അടിപൊളിയായിട്ടാണ് അവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ എന്നാണാവോ ദൈവമേ അതുപോലെ നന്നായി ചെയ്യാൻ പറ്റുക. ബിക്കോസ് അവരുടെ എഡിറ്റിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഞാൻ പിന്നെ സീരിയസ്ലി സത്യം പറയുകയാണെങ്കിൽ അത്രയും ടൈം എഡിറ്റിംഗൊന്നും മുടക്കാതെ പെട്ടെന്ന് ചെയ്യുന്നതാ. കാരണം സീരിയസ്ലി എനിക്ക് അതിന് ടൈം കിട്ടാഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന്
എന്താ പറയുക, എനിക്ക് അറിയാവുന്ന എഡിറ്റിംഗ് വെച്ച് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടും. ബട്ട് നല്ല നല്ല എഡിറ്റും സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് വീഡിയോസ് കണ്ടു ഞാൻ. ഹാൻഡ്സ് ഓഫ് ടു ദം, ലൈക്ക് ടൈമൊക്കെ മാറ്റി വെച്ചിട്ട്. ബട്ട് സ്റ്റിൽ ഐ നോ എന്നെ പോലത്തെ ഇൻഫ്ലുവൻസേഴ്സും നിറയെ ഉണ്ടാവും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർ. കാരണം നമുക്ക് ഓൾറെഡി വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം. അതിന്റെ കൂടെ ഇത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതിന് ടൈം അത്ര കിട്ടല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യാമല്ലേ. ആൻഡ് യെസ്, സോ ഞാൻ അടിച്ചു വരാൻ പോകുന്നു. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ചൂലാണ് ഗൈസ്, കണ്ടോ? ഇങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ ചൂലൊന്നും കിട്ടത്തില്ല. സോ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കാറുണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം. ബട്ട് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. കാരണം എന്താ വെച്ചാൽ അതേ മോസ്റ്റ്ലി ആസ്മി ലൈക്ക് നമ്മൾ ഈ കോഴ്സ് എടുത്താൽ അവിടെ പഠിക്കാൻ പറ്റുമോ, ഈ കോഴ്സ് ചെയ്താൽ ഇവിടെ എങ്ങനെ ഉണ്ടാവും, സ്കോപ്പ് ഉണ്ടോ, ക്ലാരിറ്റി പോയോ ഗൈസ്, അങ്ങനെയൊക്കെ ചോദിക്കുവേ. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നതിനൊരു പരിമിതി ഇല്ല ഗൈസ്. എനിക്കിവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫിസിക്സിൽ ആണ്, എന്നുവെച്ചാൽ ഫിസിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ് എങ്കിലും ഞാനിവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. സോ സംതിങ് അങ്ങനെ ബേസിൽ ചോദിച്ചാൽ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഭയങ്കര എനിക്കറിയാത്ത സബ്ജക്റ്റുകൾ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മാത്രം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ മോസ്റ്റ്ലി നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അറിയില്ലെങ്കിൽ അറിയില്ലാന്നെങ്കിലും പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഇൻ കേസ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും മെസ്സേജൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ DMs ഒക്കെ. സോ ഞാൻ അടിച്ചു വരി തുടച്ച കഴിഞ്ഞു. ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാൻ തീരുമാനിച്ചു ഗൈസ്. സോ ഒരു ട്രാൻസിഷൻ ആയാലോ. ഐ ഫീൽ ടയേർഡ് ഗൈസ്. ഇനി ഞാൻ അടുക്കളയിലേക്കാണ് എൻ്റെ അടുത്ത് പോക്ക്. അത് ഞാൻ ഇപ്പം റെഡിയല്ല, മെന്റലി ഞാൻ അതിന് റെഡിയല്ല ഗൈസ്. ഞാനപ്പോൾ ഒരു കോഫി ഉണ്ടാക്കുക. ആ കോഫിയൊക്കെ കുടിച്ചിട്ട് ക്ലോത്ത്സ് വാഷിങ്ങിന് ഇടണം. അത് ഇച്ചിരി ടാസ്ക്. അവിടെ ഈ തണുപ്പത്ത് താഴെ പോയി തീരുമാനിട്ട് തിരിച്ചു വന്ന് വീണ്ടും തുണി എടുക്കാൻ താഴെ പോയി. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് എ ബിഗ് ടാസ്ക്. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഞാൻ എന്തായാലും പോയിട്ട് അത് ചെയ്താലേ പറ്റൂ. ഞാൻ പോയിട്ട് അതൊക്കെ വാഷിങ്ങിന് ഇടണം കോഫി കുടിച്ചതിന് ശേഷം. പിന്നെ വേറെന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഗൈസ്? ഞാൻ എന്നാ നാട്ടിൽ വരാമെന്ന് കുറേ പേര് ചോദിച്ചു. ഞാൻ ഈ അടുത്തൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ 2026 എന്തായാലും നാട്ടിലേക്ക് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി 2026 വരും. ബട്ട് അതെപ്പോ എന്ന് എനിക്കറിയില്ല. നോട്ട് ബിക്കോസ് ഞാൻ പൈസയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല. ഞാൻ എൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടില്ല. സോ അതിൻ്റെ ഒരു എനിക്കറിയില്ല എപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റും എന്നുള്ള റൂൾസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. സോ അതൊന്നും തീരുമാനം അന്വേഷിച്ച് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇന്നലെ ഇത് വാങ്ങിയായിരുന്നു ഗൈസ്. എന്താണ് കേസരി ഉണ്ടാക്കിയായിരുന്നു. കാണിച്ചു തരട്ടെ ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും ഇങ്ങനെ അറേഞ്ച് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. ബട്ട് സി ഞാൻ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് കഴിച്ച് ബാക്കി അങ്ങനെ ആ പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പൊ കോഫി ആകുന്നതിന് മുന്നേ നമുക്ക് ഇച്ചിരി കേസരി കഴിക്കാം അല്ലേ? എല്ലാ യൂട്യൂബ് നോക്കിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു മാസ്റ്റർ ഷെഫായി എന്നാണ് തോന്നുന്നത് എനിക്ക്. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ബിക്കോസ് ഞാൻ ഇത്രയും കാലം കുറേ കാലം ഹോസ്റ്റലിലായിരുന്നേ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വീട്ടിലും ഞാൻ ഇടയ്ക്കല്ലേ പോവും. അപ്പോൾ ആ സമയത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറയില്ല. ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ തോന്നുന്നു ഞാൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ 1-2 കാര്യങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. എല്ലാം ഇവിടെ വന്നിട്ട് യൂട്യൂബ് നോക്കി അമ്മേനെ വിളിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാ. മെയിനായിട്ട് അമ്മേനെ വിളിക്കാറ്. വിളിച്ചിട്ട് അമ്മ ഇത് ഇത്ര മതിയോ, ഇത് ഇത്ര ഇട്ടാൽ മതിയോ, ഇത് ഈ പച്ചക്കറി ഈ ക്വാണ്ടിറ്റി മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ക്ലിയർ ചെയ്ത് തരുമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. ബട്ട് എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ജീവിച്ച് ഹാർഡാണ് ഗൈസ്, ഭയങ്കര ഹാർഡാണ്. ബട്ട് ആരും ഇൻഡിപെൻഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുണ്ട് കേട്ടോ. എനിക്ക് കേസരി വീട്ടിലും ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഇടയ്ക്ക്, ഇപ്പോഴും ഫ്രീക്വന്റ് ആയിട്ടൊന്നും എൻ്റെ വീട്ടിൽ കേസരി ഉണ്ടാക്കാറില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരാറുണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാ. സോ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ അടുത്ത് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, ചേച്ചി ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, ഡിഗ്രിക്ക് ഞാൻ പുറത്ത് പോകണോ, എന്താ ചേച്ചി അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞത് ബെറ്റർ ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ്
ഡിഗ്രിയിലെ പോകുമ്പോൾ നിങ്ങൾ അത്രയും മെന്റലി റെഡി ആണെങ്കിൽ മാത്രം പോയാൽ മതി. കാരണം ഞാൻ എൻ്റെ ഡിഗ്രി ലൈഫിൽ അത്രയും മെന്റലി സ്ട്രോങ് അല്ലായിരുന്നു. സോ പിന്നെ പോയാൽ അങ്ങോട്ട് ശരിയാവുമായിരിക്കും എന്ന് കരുതിയിട്ട് പോവുക. അല്ലെങ്കിൽ അത്രയും എന്നെ കൊണ്ട് പറ്റുന്ന കുറപ്പുള്ളവർ പൊക്കോളൂ. ഞാൻ നിങ്ങൾ തടയൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാണ്, PGക്ക് പോകുന്നതാണ് നല്ലത്. ലൈക്ക് ഫാർ ബെറ്റർ. ഈവൻ ഇപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഒരുമാതിരി വീട്ടിലേക്ക് പോകണം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ചെറിയ മക്കൾ വന്നിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ UG ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട്, കാരണം വീട്ടിലും നമുക്ക് നിൽക്കാൻ ഇപ്പം അധികം സമയമൊന്നും ഇല്ലല്ലോ. സോ കുറച്ചു കാലം കൂടി വീട്ടിലൊക്കെ നിന്നതിന് ശേഷം മാറിയായിരിക്കും. കാരണം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാന്നാണല്ലോ. ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു. പിന്നെ ഇപ്പം എന്താ വേറെ, അയ്യോ എൻ്റെ പാല് ഗായ്സ്, അത് ഞാൻ താഴ്ത്തി വെച്ചോണ്ട് തിളച്ച് പോയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറെ നേരമായി വെച്ചിട്ട്. അങ്ങനെ അപ്പൊ ചായ ഉണ്ടാക്കി വെക്കണം. ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കണമെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം. നമുക്കിപ്പോൾ വിശന്ന നമുക്ക് വയ്യെങ്കിൽ നോ വേ, വയ്യെങ്കിലും എണീച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് ദ ഹാർഡസ്റ്റ് പാർട്ട് സീരിയസ്ലി. പിന്നെ ഓർഡർ ചെയ്തൂടെയെന്ന് ചോദിക്കുന്നവരോട്, കൊറിയത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് കൊറിയൻ ഫുഡ് അത്ര ഇഷ്ടമല്ല. പിന്നെ എന്നും ഈ ബർഗറൊക്കെ തിന്ന് മടുക്കില്ലേ. ആകെ അത് മാത്രമാണ് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ബർഗർ, ഫ്രൈഡ് ചിക്കൻ ഒക്കെയാ. KFC ഒക്കെ ഉണ്ട്, അതിലും ഈ സോസിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ മസ്റ്റർഡ് സോസ്, ഒരു മഞ്ഞ സോസ് ഉണ്ട്, അത് നല്ലോണം യൂസ് ചെയ്യും. അതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല പേഴ്സണലി. കാപ്പിപ്പൊടി, ദിസ് ഈസ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുന്ന ബ്രൂ. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചു, മറന്നുപോയി. ആലോചിച്ച് തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ആലോചിക്കാറുണ്ട്, ചിലർ ചിന്തിക്കും ഞാനിങ്ങനെ ഇപ്പൊ ഈ ഇടുന്ന വീഡിയോ ജസ്റ്റ് എന്താ ഉള്ളത്, എന്റെ ഒരു ലൈഫ് നിങ്ങളായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ വീഡിയോ എങ്ങനെ ഒരു ഇൻഫ്ലുവൻസിങ് വീഡിയോ ആവും. സോ വാട്ട് ഐ തിങ്ക് ഇസ്, ഞാനിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റോ കൊറിയൻ ഡേ എന്നാണ് നിങ്ങൾക്ക് കാണിച്ചത്. കൊറിയൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാന്റസൈസ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. സോ ഇറ്റ്സ് ലൈക്ക് കൊറിയയിലാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും ലൈഫ് ഭയങ്കര കളർഫുൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് നിങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ, ഓരോരോ ആൾക്കാരെ ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഡിസ്കസ് ചെയ്യാണ്. ലൈക്ക് ഇവിടുത്തെ എക്സ്പെൻസ്, കൊറിയറിനെ പറ്റി, പിന്നെ ഏത് ഏജില് എബ്രോഡ് വരണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ഇപ്പൊ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ദാറ്റ് ഇസ് ലൈക്ക് ആ ഒരു 1% ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ വേറെയും ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ദേ വിൽ കം ടു നോ അബൌട്ട് ഓൾ ദീസ് ത്രൂ ദിസ് വീഡിയോ. സോ അതും കൂടെയാണ് എൻ്റെ ഉദ്ദേശം ഈ വീഡിയോയില്. പിന്നെ എൻ്റെ ഉദ്ദേശം ഇസ് വെരി സെൽഫിഷ് ഉദ്ദേശം. എനിക്ക് ഇവിടെ ബോർ അടിച്ചിട്ട് വയ്യ, എനിക്ക് ആരോടെങ്കിലും ഒക്കെ ഇത് സംസാരിക്കണം, ആൻഡ് എനിക്ക് എൻ്റെ ടൈമൊക്കെ ഒന്ന് പോകണം. അതിൻ്റെ കൂടെ എൻ്റെ റൂമും ഇപ്പോൾ വൃത്തിയായി. സോ ഇറ്റ്സ് ലൈക്ക് ഒരു വെടിക്ക് 3 പക്ഷി. സോ എൻ്റെ 3 ഉദ്ദേശങ്ങളും നടന്നു. ഇതാ ഗൈസ് കോഫി, പിന്നെ ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, ബാക്കി 1/2 കപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ ചൂടാക്കി കുടിക്കാം. സോ നമുക്ക് കോഫി കുടിക്കാം. നിങ്ങളൊക്കെ കോഫി കുടിച്ചോ, ഫുഡൊക്കെ കഴിച്ചോ എന്ന്? So I know this video is going so long. I can't stop talking to you guys because I like my YouTube family more than my Instagram family. എനിക്ക് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാ, ലൈക്ക് ജഡ്ജ്മെന്റ്സ് കൂടുതൽ വരുമോ എനിക്ക് അറിയത്തില്ല. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കമന്റ്സ് കിട്ടാറുണ്ട്, ഹാർട്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നവരുടെ മെസ്സേജും കിട്ടാറുണ്ടെങ്കിലും യൂട്യൂബ് കമന്റ്സ് ലൈക്ക് മേക്ക് മൈ ഡേ. അത്രയും സൂപ്പർ കമന്റ്സ് ആണ് എനിക്ക് ഉണ്ടാവാറ്. ലൈക്ക് ചേച്ചി എന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ യൂട്യൂബ് ഫാമിലി. സോ എൻ്റെ ഇവിടെയുള്ള യൂട്യൂബ് ഫാമിലികൾ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് കയറി ഫോളോ ചെയ്തേക്കിട്ടോ. ആൻഡ് ഇപ്പോഴും എൻ്റെ വീഡിയോ നിങ്ങൾ സ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ, ഐ നോ ദിസ് ഇസ് എ ലോങ് വീഡിയോ, സ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് മൈ ഹാർട്ട്. യാ, യു ഹാവ് ഇറ്റ്. കൊറിയനായി മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ, പൂക്കിയായി. സോ ഞാൻ ഉണ്ടാക്കിയ കാപ്പി ആയതുകൊണ്ട് പറയല്ല, കുഴപ്പമില്ല. ആൻഡ് ഈ മൈക്ക് എങ്ങനെയുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ ലിങ്കോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷെ അത് കൊറിയൻ ആപ്പിലല്ല. ബട്ട് ആർക്കെങ്കിലും ഞാൻ ഇവിടുന്ന് ഇത് വാങ്ങിയിട്ട് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൈസക്കല്ല കേട്ടോ, നിങ്ങൾ പൈസ എന്നാ വേണമെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് തരാം വരണ ടൈമിൽ. ഇൻ കേസ് ഇഫ് സമ്മൺ ലൈക്ക് ദിസ്, നമ്മുടെ അവിടെയും കിട്ടുമായിരിക്കും. ജസ്റ്റ് നോക്കി നോക്കൂ.
നല്ല മൈക്കുണ്ട്. എനിക്ക് നമ്മുടെ അവിടുത്തെ ഇഷ്ടമുള്ള മൈക്ക് ഏതാണെന്നറിയോ? കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ടിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഉള്ളിൽ മാഗ്നറ്റ് ഉള്ളത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടി എനിക്ക്. എനിക്ക് ഓർമ്മയില്ല ഇപ്പം എത്രയാന്ന്, പക്ഷെ ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടിയത്. ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട്. ദിസ് ഇസ് ദ പ്രൈസ്. So then what else? And yeah, I'm in Chungang University, and many people ask me how the university is. So technically speaking, the university is nice and it's really big. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദ പ്രൊഫസേഴ്സ് ആർ ഗുഡ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ ഇസ് ഗുഡ്. ദർ ഇസ് എ ബിഗ് ലൈബ്രറി, ദർ ഇസ് മെനി സ്റ്റഡി റൂംസ് you can go to, and there is a free Wi-Fi everywhere in the campus. And it's like not only in the campus, even in the road you can get free Wi-Fi in Korea. So yeah, Chungang University, basically I like the university. And there are subjects which has a lot of international students. Example is global MBA. They have a lot of international students in it, and I guess there is only like one or two Korean students in that class. So it's like foreigners are opting this university. And as you all know, in my first video you might have seen a girl named Divya. She's my friend and she's studying in global MBA. She's a GK scholar of 2025. So try out your best. I know there is a lot of people who wish to be in Korea, and I'm living your dream life, and I try my best to show justice to you through these videos, to show the true nature of Korea. And I'm not just buttering or just sugarcoating the things here. I'm just showing it raw to you guys, so you understand and you can decide if you want to come or not. And also, who wants to come like very bad, try your best. God bless you. You have my prayers. I hope you all make it one day. May all your wishes come true in this 2026. And no, I'm not ending the video. I'm just saying what came into my mind now. So maybe I think it's time to end my video, right? It's been so long. So nothing else. I'm gonna cook something. Mostly, as I told in the first video, that I'll be cooking a broccoli dish. So I'm thinking of cooking broccoli with eggs. And then I'll be cooking lady's finger. I don't have coconut here, so no coconut in that, just a raw upperi kind of thing. I don't know what to say that in English. So yeah, my English might not be very perfect, but I want like non-Malu people to also understand a bit of the important part that I'm speaking about. So this was something important that I want to share. So that's why I talked about it in English. And and I want to show you something. There is a probiotic drink in Korea which here people, like really native Koreans, have after their lunch or a heavy meal. So this is the probiotic drink that here people have after their meal. It's small. I think it's like 90 ml or something, and it's only 35 kilocal. So yeah. So like my house owner used to give me this sometimes as a gift, or like sometimes along with some fruits or something. So then I bought myself a pack of these. Like I bought around I think around 30 for rupees 120. Yeah. 120 to 150 in Indian price. So that is a famous drink in Korea. And recently I bought a hair straightener and a hair dryer. Best gift that I gifted myself in 2025 because I loved it. As a little girl, it was my dream to straighten my hair and do things with my hair. But then it was not like, I don't want to burden my parents saying that I need this. I was not such a kind of girl. So now when I turned independent, I just grabbed it and I liked it. It's like cute yellow thing. It's like I bought a small one because I won't straighten my hair like always. See, it has this cute yellow duck in it. See, I am lazy to open and show it to you guys. Maybe I will put a Korean whole video like
what all things, products, Korean products that I'm using now. I'll do it maybe a little more later because I'm not using a bunch of products now because I don't have that much money to buy all the products. So yeah, I'll be doing such a video later. So this is my video, and I know you are waiting for the fruit, and the fruit is pear. So bye bye. I hope you love this video. I love talking to you guys. Keep supporting me, subscribe my YouTube channel, and if you're not busy, just go to my Instagram and follow me there. You can see contents there, photos, pictures, and my stories there. So it's like a daily update will be happening there, and like more of informative videos and all will be happening in my YouTube. So I hope you follow both if you like me, or else just scroll. Okay, bye bye. I'm waiting to see your comments down. Bye bye.